IPL വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെയും RCBയുടെയും ഇവന്റ് മാനേജ്മെന്റിന്റെയും തലയിൽ കെട്ടിവെച്ച് സർക്കാർ. ആഘോഷ പരിപാടികൾക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന് രേഖാമൂലം കമ്മീഷണർ RCB CEOയെ അറിയിച്ചില്ല. ആളുകൾ കൂടാൻ കാരണം RCBയുടെ പിഴവെന്നാരോപിച്ച് സർക്കാർ. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഇതിപ്പോ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന്, അത് സർക്കാരിനെ മാത്രമല്ല സംഘാടകരെയും ആ രീതിയിൽ വന്നപ്പോൾ ഇപ്പോൾ ഈ സംഘാടകർക്ക് മുകളിൽ അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ചയാണ് എന്നുള്ള രീതിയിലാണോ ഇപ്പോൾ സർക്കാരിന്റെ ഒരു സമീപനം എത്തുന്നത്? അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലൂടെ അതാണോ സർക്കാർ പറയാൻ ശ്രമിക്കുന്നത്? തങ്ങൾക്കൊന്നും അറിയില്ല. എല്ലാത്തിനും പിന്നിൽ RCB മാനേജ്മെന്റും ഇവന്റ് മാനേജ്മെന്റ് ടീമും ഒപ്പം തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ്. ഇതാണ് നിലവിൽ സർക്കാരിന്റെ നിലപാട്. ആദ്യഘട്ടത്തിൽ പോലീസിനെ എല്ലാ തരത്തിലും ന്യായീകരിച്ചുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടത്. പോലീസിന് യാതൊരു പിഴവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം കൂട്ട നടപടി ഉണ്ടാവുകയാണ്. കമ്മീഷണർ അടക്കമുള്ള 5 ഉന്നത ഉദ്യോഗസ്ഥർ, അത് ഈ സ്റ്റേഡിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയം പരിസരത്തുണ്ടായിരുന്ന ക്രമസമാധാനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം 5 പേരെ, ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി പുറത്തേക്ക് വരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ക്യാബിനറ്റിൽ ചർച്ചയായതും ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ ഓർഡറിലുമുള്ളതായ കുറേ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനം പോലീസ് RCB ഈ ഒരു വിഷയത്തിൽ RCB CEO ആഘോഷം നടത്തണം എന്നുള്ള തരത്തിലൊരു കത്ത് ബംഗളൂരു പോലീസിന് നൽകിയിരുന്നു. എന്നാൽ രേഖാമൂലം ഇത് നടത്താൻ കഴിയില്ല എന്നൊരു മറുപടി കമ്മീഷണർ നൽകിയില്ല എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടി തുടങ്ങിയതിനു ശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ട് കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകളൊക്കെയാണ് പോലീസിനെതിരായിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു RCB മാനേജ്മെന്റിനെതിരെയും വിമർശനമുണ്ട്. അത് പോലീസിൻ്റെ സസ്പെൻഷൻ ലെറ്ററിൽ പോലും RCB മാനേജ്മെന്റിനെതിരെ വിമർശനമുണ്ട്. അതായത് അവർ കൃത്യമായ ടിക്കറ്റോ പാസിംഗ് സംവിധാനമോ ഒന്നുമില്ലാതെയാണ് ഇവിടെ ഇങ്ങനെ ഒരു വലിയ പരിപാടി നടത്തിയത് എന്നുള്ളൊരു വിമർശനം RCB മാനേജ്മെന്റിനെതിരെയുണ്ട്, ഇവന്റ് മാനേജ്മെന്റിനെതിരെയുണ്ട്. ഇന്നലെ തുറന്ന പ്രഖ്യാപനമാണ് സിദ്ധാരാമയ്യ നടത്തിയത്. അതായത് ഈ 3 ഗ്രൂപ്പുകളെയും, അതായത് RCB ഒപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ് ടീം, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ, ഇവരെയൊക്കെയും പ്രതിനിധികളെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാന വിമർശനമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്, നേരത്തെ പോലീസ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു തങ്ങൾ അനുമതി നൽകരുത് എന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ ഈ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോയത് എന്ന് പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതിലും വലിയ അമർശമാണ് സർക്കാരിനുള്ളത്, അതുകൂടിയാണ് പ്രകടമാകുന്നത്. എന്തായാലും ഇന്ന് ചില അറസ്റ്റുകളും ഒപ്പം തന്നെ ചില നിർണായക നീക്കങ്ങളും പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. TK. ശരി, മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന്.